അപ്പോൾ ഇന്ന് രാവിലെയാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു ഇടത് മുന്നണിയിലെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ പിന്നെ ഞങ്ങളെക്കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതും ഒഫീഷ്യൽ വന്നപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ഒരിക്കലും ഒരു ഇടതുപക്ഷ മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതിൽ പറഞ്ഞത് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. NCP പിളർപ്പിലേക്ക് പിന്നെ NCPയെ താമരവൽക്കരിക്കും, അങ്ങനൊരു അപ്പോൾ ആ രീതിയിലുള്ളൊരു പോസ്റ്റാണ് നമ്മൾ കണ്ടത്. അത് കണ്ട ഉടനെ തന്നെ ജില്ലാ സെക്രട്ടറിക്കൊക്കെ, കാരണം ജില്ലയുടെ ഔദ്യോഗിക വെബ്സൈറ്റാണ്. അപ്പോൾ രാകേഷിനെ വിളിച്ചപ്പോൾ ഇന്ന് അവരുടെ ജില്ലാ സെക്രട്ടറിയേറ്റ് ആയത് കാരണം രാകേഷ് ഫോൺ അറ്റൻഡ് ചെയ്തില്ല. എല്ലാവരും ഫോൺ പുറത്ത് വെച്ച് ഫോണിൽ കിട്ടിയില്ല. PC ചാക്കോ എറണാകുളത്ത് നിന്ന് വിളിച്ചു, എന്നിട്ടും ഫോണിൽ കിട്ടിയില്ല. അപ്പോൾ ഞാനപ്പോൾ തന്നെ ഓഫീസ് സെക്രട്ടറി ബാബുവിനെ വിളിച്ച് കാര്യം ധരിപ്പിച്ചു, ഫോണ് രാകേഷിനെ കൊടുക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ തെറ്റുപറ്റി ആരാട് ചെയ്തെന്ന് നോക്കി ഞങ്ങൾ ആവശ്യമായ നടപടി എടുക്കും. ഞങ്ങൾക്കൊരു തെറ്റുപറ്റിയാണ് ഇപ്പം തന്നെ അത് ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഡിലീറ്റ് ചെയ്തുകൊണ്ട് മാത്രം ആ പ്രശ്നം അവസാനിക്കുന്നില്ല. കാരണം വെച്ചാൽ ഇങ്ങനെയൊരു ഇപ്പം ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. കേന്ദ്രത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നിങ്ങൾക്കറിയാം, എല്ലാ സംസ്ഥാനങ്ങളിലുള്ള പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. സമീപകാലത്താണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയെ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നു. ഡൽഹിയിലെ കേജ്രിവാളിനെ തകർത്തു. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് ഓപ്പറേഷൻ താമര വിരിയിക്കാനുള്ള ശ്രമം ദക്ഷിണേന്ത്യയിൽ മാത്രം കോൺഗ്രസും മറ്റ് പാർട്ടികളും DMK അടക്കമുള്ള പാർട്ടികളുമൊക്കെ ശക്തമായതുകൊണ്ട് കമ്മിറ്റി അറിയാതെ ഇത്തരത്തിലൊരു ഇത് അവരുടെ സ്വന്തം വെബ്സൈറ്റിൽ വരിക എന്ന് പറയുന്നത് വിശ്വസനീയമായ ഒരു കാര്യമാണ്. വിശ്വസനീയമല്ല. പക്ഷേ പറഞ്ഞത് ഞങ്ങളൊന്നും അറിയില്ല, ഇതാരാണെന്ന് ചെയ്തതെന്ന് നോക്കട്ടെ, എന്നിട്ട് നടപടിയെടുക്കും എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ 4-5 അഡ്മിന്മാരുണ്ടാവുമല്ലോ, അപ്പോൾ അതിലേതെങ്കിലും ഒരു അഡ്മിൻ ചെയ്ത പണിയായിരിക്കാം. എന്നിരുന്നാൽ പോലും ഈ LDFിലെ ഘടകകക്ഷികൾ NCPയെ കുറിച്ച് ഇത്തരത്തിൽ BJP പാളയത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു നേതൃത്വം അറിയാതെ എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് അത്? അതിൽ വേറെ ചില വിഷയങ്ങളുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് കേരളത്തിൽ NCP രണ്ടായില്ല, ഞങ്ങളുടെ കൂടെ നിന്ന് കുറേ ആളുകൾ AK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ കുറേ ആളുകൾ NCP വിട്ടുപോയി. ഇപ്പോൾ അവർ സെക്കുലർ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയാണ് NCP, നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞിട്ട്. കാരണം എറണാകുളം CJM കോടതിയുടെ ഉത്തരവുണ്ട് NCP എന്ന് പറയുന്ന പേര് ശശീന്ദ്രനും ആളുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് മാറ്റം വരുത്തി സെക്കുലർ എന്ന് പറഞ്ഞൊരു പാർട്ടിയുമായി അവർ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഈ കാര്യം ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലും അതുപോലെ പഴയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ NCP വിട്ട് പ്രാദേശിക പാർട്ടിയായി പോയ ആളുകളെ ഇടതുപക്ഷ മുന്നണിയിൽ എടുക്കാൻ പാടില്ല. ഈ പേരിൽ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ പേരിലെടുക്കാൻ പാടില്ല. NCP എന്ന പേരിൽ അവർ വേറെ ഇപ്പം കടന്നപ്പള്ളി കോൺഗ്രസ് ഒക്കെ ലയിക്കാൻ പോകുന്നതൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവർ വന്നോട്ടെ, പ്രശ്നമില്ല. പക്ഷേ NCP എന്ന പേരിൽ വേറൊരു പാർട്ടിയായി ഈ ഇടതു മുന്നണിയിൽ എടുക്കാൻ പാടില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതവർ അംഗീകരിച്ചോ അതിൻ്റെ റിപ്ലൈ ഒന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല. പക്ഷേ ഈ പഴയ മന്ത്രി ശശീന്ദ്രനും ആളുകളൊക്കെ പറഞ്ഞു നടക്കുന്നത് ഞങ്ങളെ ഇടതുമുന്നണി കൈവിടില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങളെ ഇടതുമുന്നണി കൈവിടില്ല, ഞങ്ങളായിരിക്കും ഇടതുമുന്നണിയിൽ ഘടകകക്ഷിയായി നിൽക്കാൻ പോകുന്നതൊക്കെ അവർ പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ അതിന് ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു അതിൽപ്പെട്ട ആരുടെയെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കൂടെ ഈ വാർത്തയ്ക്ക് പിന്നിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഇത് പാർട്ടി നേതൃത്വം അറിയാതെ ഇത്തരത്തിലൊരു പോസ്റ്റ് വരില്ല എന്നല്ലെങ്കിൽ വരും, അങ്ങനെ വരാതിരിക്കുമ്പോൾ ശരിക്കും അവർ ചോർത്തി കൊടുത്ത് പെട്ടെന്ന് തന്നെ നിങ്ങളോട് അന്വേഷിക്കാതെ അത്തരത്തിലൊരു പോസ്റ്റ് ചെയ്യാൻ സാധ്യത? അത് ചെയ്ത് അവർക്കൊരു അബദ്ധം പറ്റിയെന്ന് അവർ പറയുന്നു. കാരണം ഇത്തരം കാര്യങ്ങൾ വരുമ്പം വിളിച്ചു ചോദിക്കുന്ന ഒരു ഏർപ്പാടൊന്നും
ഈ സോഷ്യൽ മീഡിയയിലില്ലല്ലോ. അതങ്ങ് കിട്ടി. അപ്പോൾ ഒരു ഇത് തന്നെ ആ വാർത്ത തന്നെ ഏതൊരു പിന്നെ ചാനൽ വന്ന വാർത്ത അങ്ങ് അപ്പടി പകർത്തി ഇവർ ഇട്ടതാണ്. ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിസ് അല്ല, ഈ ഞങ്ങളിൽ നിന്ന് പിന്നെ പിരിഞ്ഞു പോയ, ഞങ്ങളെ വിട്ടുപോയ ആൾക്കാരുടെ ചിലപ്പോൾ അവരുടെ ഒരു പ്രചരണവും കൂടി ഇതിൻ്റെ പിന്നിലുണ്ടാകും. കാരണം ഇവിടെ തന്നെ ഇപ്പം കഴിഞ്ഞ 2 മുമ്പ് PC ചാക്കോ വന്ന് ഞങ്ങളുടെ ജില്ലാ കൺവെൻഷൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ജില്ലയിലെ 90% പ്രവർത്തകരും PC ചാക്കോടൊപ്പം അടിയുറച്ച് നിൽക്കുകയാണ്. മന്ത്രി ശശീന്ദ്രൻ്റെ ജില്ലയായിട്ട് കൂടി അവർക്ക് ഇവിടെ നിന്നും ശശീന്ദ്രനെ ഇടതുമുന്നിലേക്ക് എടുക്കില്ല എന്നാണോ നിങ്ങൾ എടുക്കാൻ ഉറപ്പ് കിട്ടിയില്ല. എടുക്കാൻ NCP എന്ന പേരിൽ എടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള മറുപടി കിട്ടിയില്ല. അതിനുശേഷം കാരണം ഈ പിന്നെ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ ഒരു പ്രശ്നത്തിൽ ഇപ്പോഴും ഇടതുമുന്നണി യോഗം ചേരാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നതല്ലേ. അതുകൊണ്ട് മീറ്റിംഗ് ഒന്നും ചേർന്നിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ റിപ്ലൈയും കിട്ടിയില്ല. ഞങ്ങൾ ഓൾറെഡി NCP ഇടതുമുന്നണിയിലുണ്ടല്ലോ. കേരളത്തിലെ ഇടതുമുന്നണിയിലും അഖിലേന്ത്യാതലത്തിൽ പിന്നെ കോൺഗ്രസ് മുന്നണിയിലും ഉണ്ടല്ലോ. ഇനി എന്തൊക്കെ നിലപാടാണ് പിന്നെ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടോ, അല്ലെ ഇത്തരത്തിലൊരു BJP പാളയത്തിലേക്ക് പോകുന്ന വാർത്ത വന്നപ്പോൾ എന്താണ് ഇനി BJP അത് വെറും വാർത്തയല്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ശരത് പവാറും സുപ്രിയ സുലെയും വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ BJP പാളയത്തിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് പാളയത്തിലേക്കോ പോകുന്ന പ്രശ്നമില്ല. ഇപ്പോഴുള്ളതുപോലെ സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് ശക്തമായി മുമ്പോട്ട് പോകുമെന്ന് നേതൃത്വം. അപ്പോൾ ഇനി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടോ CPM നേതൃത്വത്തോട്? അത് തീർച്ചയായും അത് ഇത്തരം അപാകതകൾ ഇനി ഉണ്ടാവില്ല, ഞങ്ങൾ ശ്രദ്ധിക്കും എന്നൊക്കെ അവർ ഉറപ്പ് വന്നിട്ടുണ്ട്.